ഭയപ്പെടുത്തുന്നൊരു വീഡിയോ ഉണ്ട്. ഒരാൾ സൂപ്പർ മാർക്കറ്റ് കയറി പർച്ചേസ് ചെയ്യാണ്. അയാളൊരു ഗ്രേപ്പിൻ്റെ ബോക്സ് എടുത്തു. അപ്പോൾ ബോക്സിൽ എഴുതിയിരിക്കുന്നു സീഡ്ലെസ് ഗ്രേപ്സ്. ഓറഞ്ച് എടുത്തു, സീഡ്ലെസ് ഓറഞ്ച്. വാട്ടർമെലൺ എടുത്തു, സീഡ്ലെസ് വാട്ടർമെലൺ. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഭീകരം. സ്ലോലി വി ആർ ഗെറ്റിംഗ് റിഡ് ഓഫ് സീഡ്സ് ഫ്രം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. ആപ്പിളും ഗ്രേപ്പും വാട്ടർമെലനും ടൊമാറ്റോയും സീഡ്ലെസ് ആയി കഴിയുമ്പോൾ പിന്നെ ലൈഫ് ആര് കൺട്രോൾ ചെയ്യും? പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിന് വേണ്ടി നിങ്ങൾക്ക് വിത്ത് പാകേണ്ട കാര്യമില്ല. അടുത്ത സീസണിന് വേണ്ടി വിത്ത് സംരക്ഷിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ കയ്യിൽ വിത്തില്ല. നിങ്ങൾ കഴിക്കുന്നതെല്ലാം വളരുന്നതെല്ലാം പിന്നെ ലാബിൽ നിന്ന് വരും. അങ്ങനെ അവസാനത്തെ നാച്ചുറൽ സീഡും ഇല്ലാതാകുമ്പോൾ പിന്നെയാണ് ഫൺ. സീഡ് റെയറാവും, എക്സ്പെൻസീവ് ആവും, ലൈസൻസ്ഡ് ആവും. ബില്യൻസിന് മാത്രം പിന്നെ സ്വന്തമായിട്ട് ഗാർഡൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവരുടെ കയ്യിൽ സീഡില്ലല്ലോ, സീഡ് എക്സ്പെൻസീവ് അല്ലേ. അങ്ങനെ ഭക്ഷണത്തിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സീഡ്ലെസ് ഈസ് നോട്ട് കൺവീനിയൻസ്, ഇറ്റ് ഈസ് കണ്ടെയ്ൻമെൻറ്റ്. അടുത്ത തവണ നിങ്ങളൊരു സീഡ്ലെസ് ഫ്രൂട്ട് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ഫ്യൂച്ചറാണ്. ഇന്നത്തെ ഗോസ്പലിൽ ഈശോ ഒരു വിത്തിൻ്റെ ഉപമയാണ് പറയുന്നത്. ഒരു കടുകുമണിയുടെ ഉപമ. ഒരു കുഞ്ഞു വിത്തിനുള്ളിലെ വലിയ അത്ഭുതം. പക്ഷേ ഇനി ഒരിക്കലും ഉപമകൾ പറയാൻ പറ്റാത്ത രീതിയിൽ വിത്തിൻ്റെ ജനിതകം നമ്മൾ മനുഷ്യർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സീഡ്ലെസ് സ്റ്റോറീസിൻ്റെ കാലം.